നമസ്കാരം, ട്രസ്റ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HDFC ERGO ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും പുതിയ പ്ലാനായ ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാനും ഇതേ കമ്പനിയുടെ നിലവിലുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റായ ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിന്റെ ഫീച്ചറുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ ഒന്നാണ് ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാൻ. എല്ലാ ഹോസ്പിറ്റൽ എക്സ്പെൻസുകളും മുഴുവനായി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഈ പ്ലാനിൽ കവർ ചെയ്യുമെന്നുള്ളതാണ് ഈ പ്ലാനിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ പ്ലാനിൻ്റെ പ്രൈസിങ് പ്രീമിയം അല്പം കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. എല്ലാ ആളുകൾക്കും അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ ഒപ്റ്റിമ സെക്യൂറിൻ്റെ നിലവിലുള്ള അഡീഷണൽ ഫീച്ചറുകളെ കുറച്ച് ഡ്രിം ചെയ്തുകൊണ്ട്, കുറച്ച് കട്ട് ചെയ്തുകൊണ്ട് പ്രീമിയം നിരക്ക് മിതമായി HDFC ERGO പുതിയതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് പ്ലാനാണ് ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാൻ. അറിയാം, മനസ്സിലാക്കാം കൂടുതലായി ഈ പ്ലാനെ പറ്റി. വീഡിയോയിലൊക്കെ കടക്കുന്നതിന് മുമ്പ് എ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈസെൽഫ്. എൻ്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനുകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ please subscribe the channel to get the right information at right time. Be healthy and wealthy. About HDFC ERGO General Insurance Company, ഫീച്ചറുകൾ തമ്മിലുള്ള കമ്പാരിസൺ, പ്രൈസിംഗ് ആൻഡ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എബൌട്ട് ദ കമ്പനി, ഏതൊരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ തിരഞ്ഞെടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി. HDFC എന്ന ലീഡിംഗ് ബാങ്കിൻ്റെയും എർഗോ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെയും സംയുക്ത സംരംഭമാണ് HDFC ERGO ജനറൽ ഇൻഷുറൻസ് കമ്പനി. ഹെൽത്ത്, മറൈൻ, മോട്ടോർ, ഫയർ തുടങ്ങിയ എല്ലാ ജനറൽ ഇൻഷുറൻസ് പ്രോഡക്റ്റുകളും ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിൽ ഈ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 5.48%. ഈ കമ്പനിയുടെ ICR ഇൻകേർഡ് ക്ലെയിം റേഷ്യോ 80.98% ആണ്, വിച്ച് ഇസ് ദ ഹയസ്റ്റ് ഇൻ ദ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രി. ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു വർഷത്തിൽ ടോട്ടൽ പ്രീമിയം തുക കളക്ട് ചെയ്ത് എത്ര തുക ക്ലെയിമായിട്ട് കൊടുത്തു എന്നതിനെയാണ് ഒരു ICR സൂചിപ്പിക്കുന്നത്. 80% കാത്തു സൂക്ഷിക്കുന്ന ICR ഉള്ള കമ്പനി ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ട്ഫോളിയോ ഉള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അടുത്തതായി നിലവിലെ ഒപ്റ്റിമ സെക്യൂർ പ്ലാനും കമ്പനി ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാനിന്റെയും ഫീച്ചറുകൾ തമ്മിലുള്ള കമ്പാരിസൺ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിന്റെ ടോപ്പ് USP 4x കവറേജ് ആണ്. അതായത് ബേസ് സം ഇൻഷുർഡ് 10 ലക്ഷം രൂപ എടുക്കുന്ന ഒരു വ്യക്തിക്ക് ആഫ്റ്റർ 2 years ഓഫ് റിന്യൂവൽ ആ ബേസ് കവറേജ് 40 lakhs ആയിട്ട് ഒപ്റ്റിമ സെക്യൂർ പ്ലാനിൽ മാറുന്നതാണ്. എന്നാൽ ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാനിൽ ബേസ് കവറേജ് പ്ലസ് ക്യൂമുലേറ്റീവ് ബോണസ് മാത്രമാണ് ഈ പ്ലാനിൽ കസ്റ്റമറിന് ലഭിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഡിഡക്റ്റബിൾ ഓപ്ഷൻ ആണ്. ഒപ്റ്റിമ സെക്യൂറിൽ 25,000 to 3 lakh വരെയുള്ള ഡിഡക്റ്റബിൾ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഒപ്റ്റിമ ലൈറ്റിൽ ഡിഡക്റ്റബിൾ 10,000 to 50,000 വരെയാണ് കസ്റ്റമറിന് ലഭിക്കുന്നത്. ഒരു ടോട്ടൽ നമ്മളൊരു പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ ഡിഡക്റ്റബിൾ 25,000 ചൂസ് ചെയ്താൽ അതിനർത്ഥം നമ്മളൊരു ടോട്ടൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരുമ്പോൾ ആദ്യത്തെ 25,000 രൂപ പോളിസി ഹോൾഡർ വഹിക്കണം എന്നാണ് അർത്ഥം. ഇങ്ങനെ പോളിസി ചൂസ് ചെയ്യുമ്പോൾ കസ്റ്റമറിന് ടോട്ടൽ പ്രീമിയത്തിൽ 40% വരെ ഈ പ്ലാനിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, പോളിസി ടൈപ്പ് ആണ്. ഇൻഡിവിജ്വൽ ആൻഡ് ഫ്ലോട്ടർ ഓപ്ഷനിൽ 2 പ്ലാനുകളിലും ഓപ്ഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഫാമിലി ഡെഫിനിഷൻ ആണ്. 4 adults plus 6 children വരെ നമുക്ക് ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏജ് കാറ്റഗറി ഈ 2 പ്ലാനുകളിലും അഡൽട്സിന് 18 വയസ്സ് തൊട്ട് 99 വയസ്സ് വരെയും ചിൽഡ്രന് 91st ഡേ തൊട്ട് 25 വയസ്സ് വരെയുമാണ് ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സം ഇൻഷുർഡ് ആണ്. ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിൽ 5 lakhs to 2 crore വരെയുള്ള സം ഇൻഷുർഡ് കസ്റ്റമറിന് ചൂസ് ചെയ്യാവുന്നതാണ്. ഒപ്റ്റിമ ലൈറ്റിലാകട്ടെ 5 lakhs and 7.5 lakhs എന്ന 2 സം ഇൻഷുർഡ് ഓപ്ഷൻസ് മാത്രമാണ് കസ്റ്റമറിന് ലഭിക്കുന്നത്. അടുത്തതായി ഈ 2 പ്ലാനുകളുടെയും ബെനിഫിറ്റ് ആൻഡ് ഫീച്ചറുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിൽ റൂം റെന്റ് എലിജിബിലിറ്റി സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് അപ് ടു 50 lakhs വരെയുള്ള സം ഇൻഷുർഡ്. എബോ 50 lakh സം ഇൻഷുർഡ് ആണെങ്കിൽ എനി റൂം കാറ്റഗറി പോളിസി ഹോൾഡറിന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഒപ്റ്റിമ ലൈറ്റ് എന്ന പുതിയ പ്ലാനിൽ ബേസ് സം ഇൻഷുർഡ് എത്രയാണോ അതിന്റെ 1% ആണ് റൂം എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് 5 lakh rupees ബേസ് സം ഇൻഷുർഡ് ഉള്ള ഒരു വ്യക്തിക്ക് റൂം എലിജിബിലിറ്റി എന്ന് പറയുന്നത് 5 lakhsന്റെ 1%, അതായത് 5,000 rupees ആണ്. ICU ചാർജ് ആയിട്ട് ഒപ്റ്റിമ സെക്യൂറിൽ അപ് ടു സം ഇൻഷുർഡ് വരെ കസ്റ്റമറിന് ചൂസ് ചെയ്യാവുന്നതാണ്.
ഇതിൽ ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാനിൽ അത് 2% ഓഫ് ബേസ് സം ഇൻഷുർഡ് ആണ്. നെക്സ്റ്റ് പോയിന്റ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. 90 and 180 ഡേയ്സ് ആണ് ഒപ്റ്റിമ സെക്യൂർ പ്ലാനിൽ നമുക്ക് ലഭിക്കുന്നത്. ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാനിൽ ഇത് 30 and 60 ഡേയ്സ് ആക്കി കുറച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ആണ്. ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിൽ ബേസ് ആയിട്ട് 100% റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ്. അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ നമ്മൾ ഓപ്ഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്യേണ്ടി വരും. എന്നാൽ ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാനിൽ ഇത് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഇൻബിൽട്ട് ആയിട്ട് കസ്റ്റമറിന് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആയുഷ് എക്സ്പെൻസ് ആണ്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എക്സ്പെൻസുകൾ അപ് ടു സം ഇൻഷുർഡ് വരെ 2 പ്ലാനുകളിലും കവർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ, ഡേ കെയർ പ്രൊസീജിയേഴ്സ്, മോഡേൺ ട്രീറ്റ്മെന്റ്സ്, ഡോണർ എക്സ്പെൻസ്, ഇതിനുള്ള എക്സ്പെൻസുകളെല്ലാം 2 പ്ലാനുകളിലും അപ് ടു സം ഇൻഷുർഡ് വരെ കവർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് നോൺ മെഡിക്കൽ എക്സ്പെൻസ് അഥവാ കൺസ്യൂമബിൾ എക്സ്പെൻസുകളാണ്. ഇത് ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിൽ ഇൻബിൽട്ട് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാനിൽ ഇത് ഓപ്ഷണൽ ആയിട്ട് കസ്റ്റമറിന് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് സോണൽ കോപേയ്മെന്റ് ആണ്. ഈ 2 പ്ലാനുകളിലും നമ്മൾ ഏത് ലൊക്കേഷനിൽ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും ഇതിന് സോണൽ കോപേയ്മെന്റ് വരുന്നില്ല. നെക്സ്റ്റ് പോയിന്റ് ഹെൽത്ത് ചെക്കപ്പ് ആണ്. 2 പ്ലാനുകളിലും എല്ലാ വർഷവും ഫസ്റ്റ് ഇയർ കഴിഞ്ഞ എല്ലാ വർഷവും ഈ പ്ലാനുകളിൽ നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ഫ്രീ ആയിട്ട് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് സെക്യൂർ ബെനിഫിറ്റ് ആണ്. സെക്യൂർ ബെനിഫിറ്റ് മീൻസ് 2x കവറേജ് ആണ്. ഒപ്റ്റിമ സെക്യൂർ പ്ലാനിലാണ് ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബേസ് സം ഇൻഷുർഡ് എത്രയാണോ അതിന് ഈക്വലന്റ് ആയിട്ട് നമ്മൾ പ്രീമിയം അടയ്ക്കുന്ന ദിവസം തൊട്ട് കസ്റ്റമറിന് കവറേജ് ലഭിക്കുന്നതാണ്. ദാറ്റ് മീൻസ് 10 lakhs കവറേജ് എടുക്കുന്ന വ്യക്തിക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ അതിൻ്റെ അകത്ത് 20 lakhs കവറേജ് ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിൽ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഈ ഫെസിലിറ്റി ഒപ്റ്റിമ ലൈറ്റ് എന്ന ന്യൂ പ്ലാനിൽ അവൈലബിൾ അല്ല. നെക്സ്റ്റ് പോയിന്റ് പ്ലസ് ബെനിഫിറ്റ് ഓർ ക്യൂമുലേറ്റീവ് ബോണസ് ആണ്. നമ്മൾ എടുക്കുന്ന ബേസ് സം ഇൻഷുറിന്റെ 50% അപ് ടു 100% നമുക്ക് ഫസ്റ്റ് 2 years ആയിട്ട് നോ ക്ലെയിം ബോണസ് ആയിട്ട് ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് ഈ പ്ലാനിൽ ഇൻബിൽട്ട് ആയിട്ടാണ് വരുന്നത്. എന്നാൽ ഈ സെയിം ബെനിഫിറ്റ് പ്ലസ് ബെനിഫിറ്റ് നമുക്ക് ഓപ്ഷണൽ ആയിട്ട് ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാനിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ ഈ പ്ലാനിൽ ക്യൂമുലേറ്റീവ് ബോണസ് ആയിട്ട് 10% ഗ്യാരണ്ടീഡ് ആയിട്ട് എല്ലാ വർഷവും പറയുന്നുണ്ട് അപ് ടു 100%. നെക്സ്റ്റ് പോയിന്റ് റോഡ് ആംബുലൻസ് സർവീസ് ആണ്. 2 പ്ലാനുകളിലും അപ് ടു സം ഇൻഷുർഡ് വരെ നമുക്ക് റോഡ് ആംബുലൻസ് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് NRI ഡിസ്കൗണ്ട്സ് ആണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഒപ്റ്റിമ സെക്യൂറിലുള്ള ഈ ഒരു ഫീച്ചർ. സപ്പോസ് ഇഫ് എല്ലാ പോളിസി ഹോൾഡേഴ്സും NRIs ആണെങ്കിൽ കസ്റ്റമറിന് ടോട്ടൽ പ്രീമിയത്തിൽ നമുക്ക് 40% ഡിസ്കൗണ്ട് ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ഓപ്ഷൻ ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാനിൽ അവൈലബിൾ അല്ല. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ 2 പ്ലാനുകളുടെയും ഇൻബിൽറ്റ് ഫീച്ചറുകളാണ്. ഇനി അടുത്തതായി നമുക്ക് ഈ പ്ലാനിന്റെ ഓപ്ഷണൽ റൈഡറുകളെ നമുക്ക് നോക്കാം. അതായത് അഡീഷണൽ പ്രീമിയം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷൻ റൈഡറുകൾ ഈ പ്ലാനിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പേഴ്സണൽ ആക്സിഡന്റൽ ബെനിഫിറ്റ് ആണ്. ഇത് 2 പ്ലാനുകളിലും നമുക്ക് റൈഡറായിട്ട് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ക്രിട്ടിക്കൽ കെയർ ബെനിഫിറ്റ് ഓപ്ഷണൽ കവറായിട്ട് നമുക്ക് 2 പ്ലാനുകളിലും ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ്, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്ന ഓരോ ദിവസവും ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഈ 2 പ്ലാനുകളിലും ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ. ഒപ്റ്റിമ സെക്യൂർ എന്ന പ്ലാനിൽ അത് ഓപ്ഷണലാണ്. ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാനിൽ അത് ഇൻബിൽട്ട് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ ആണ്. ഡിഡക്റ്റബിൾ നമ്മൾ തുടക്കത്തിൽ ഈ പ്ലാനിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് 10,000 to 3 lakhs വരെ ഒപ്റ്റിമ സെക്യൂറിൽ നമുക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാനിൽ അത് 10,000 to 50,000 വരെയാണ് ഡിഡക്റ്റബിൾ ഓപ്ഷൻ അവൈലബിൾ. ഇങ്ങനെ ഡിഡക്റ്റബിൾ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രീമിയത്തിൽ 40% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അടുത്തതായി ഈ 2 പ്ലാനുകളുടെയും വെയിറ്റിംഗ് പീരീഡ്സ് എല്ലാം ഈ 2 പ്ലാനുകളിലും കോമൺ ആണ്. ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 days ആണ്. എക്സെപ്റ്റ് ആക്സിഡന്റൽ ഡേ 1 തൊട്ട് ഈ 2 പ്ലാനുകളിലും കവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്പെസിഫൈഡ് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ് 2 years ആണ്. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് 3 years ആണ് ഈ 2 പ്ലാനുകളിലും പറയുന്നത്. അടുത്തതായി ഈ 2 പ്ലാനുകളുടെയും പ്രീമിയം കമ്പാരിസൺ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാമെന്നുള്ള പ്രീമിയം എന്ന ആശയമാണ് കമ്പനി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് നമുക്ക് ഇത് 2 പ്ലാനുകളുടെയും പ്രീമിയം കമ്പാരിസൺ ഒന്ന് മനസ്സിലാക്കാം. ഏജ് കാറ്റഗറി 39, 34, 10 and 4 ഏജ് വരെയുള്ള ഒരു ഫാമിലിക്ക് കവറേജ് സം ഇൻഷ്യൂർഡ് 5 lakh rupees ചൂസ് ചെയ്യുകയാണെങ്കിൽ
ഒപ്റ്റിമസ് സെക്യൂർ എന്ന പ്ലാനിൽ വരുന്ന പ്രീമിയം ഇൻക്ലൂഡിംഗ് ടാക്സ് 26,715 റുപ്പീസ് ആണെങ്കിൽ ഒപ്റ്റിമൽ ലൈറ്റ് എന്ന പുതിയ പ്ലാനിൽ അതിൻ്റെ പ്രീമിയം വരുന്നത് 22,224 റുപ്പീസ് ആണ്. ഇത് വിത്തൗട്ട് ആഡിങ് എനി അഡീഷണൽ റൈഡേഴ്സ് ആയിട്ടുള്ള റോ പ്രീമിയം ആണ് 22,224 എന്ന് പറയുന്നത്. ഹിയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളിൽ HDFC ERGO ജനറൽ ഇൻഷുറൻസ് കമ്പനി നൽകി വരുന്ന കസ്റ്റമർ എക്സ്പീരിയൻസ് വളരെ വളരെ മികച്ചതാണ്. അവരുടെ നിലവിലുള്ള ഒപ്റ്റിമ സെക്യൂർ എന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ വളരെയധികം ജനകീയത ലഭിച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ്. ഈ പ്ലാനിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ വെർഷൻ, ഒരു കുട്ടി വെർഷനാണ് ഒപ്റ്റിമ ലൈറ്റ് എന്ന പ്ലാനിലൂടെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ, ഒരു കുറച്ച് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒപ്റ്റിമ ലൈറ്റ് എന്ന ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ: ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും ആ പ്രോഡക്ട്സിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്. സനോജ് ലാൽ.